ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന വിചാരിച്ചു. നമ്മൾ വീഡിയോയിൽ കാണുന്ന മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചോറണനെ കാണാൻ വരുമ്പോ എന്തായാലും നമ്മൾ ചോറ് കഴിച്ചോണ്ടാണല്ലോ പോകുന്നത്. ബിജുചേട്ടനെ പോലെ തന്നെ ആവാം എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് മാലകൾ അങ്ങോട്ട് സംഘടിപ്പിക്കാൻ അവകാശം കിട്ടിയിട്ടില്ല. നമ്മൾക്ക് ഈ ഊണ് കഴിക്കുന്ന ബിജുചേട്ടൻ അഥവാ ചോറണനെ അറിയുള്ളൂ. ശരിക്കും ആരാണ് ബിജുചേട്ടൻ? എന്താണ് ബിജുചേട്ടൻ ചെയ്യുന്നത്? ഈ ഊണ് കഴിക്കുന്നതല്ലാതെ ബിജുചേട്ടന്റെ ജോലി എന്താണ്? ഞാന് ഗൾഫിലായിരുന്നു. ഓ, 10 കൊല്ലം ഗൾഫിലായിരുന്നു, ബഹറിലായിരുന്നു. ഓക്കെ ഓക്കെ. 2020 നാട്ടിൽ വന്നത്, കൊറോണ സമയത്ത്. മക്കള് അവിടെ മോളിൽ അവിടെ തന്നെ പഠിച്ചത്. പിന്നെ അവിടെ ചേർത്തു, ഞാനിവിടെ വന്നു. പിന്നെ അമ്മ ഒറ്റക്കായതുകൊണ്ട് പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നാട്ടിൽ സെറ്റിലായി. അതിനുശേഷം ഞാനൊരു സത്യ ഫുഡ് എന്നൊരു ബ്രാൻഡ് തുടങ്ങി. സത്യ ഫുഡ്സ് റീപാക്കിംഗ് ബ്രാൻഡാണ്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ പോകുന്നത്. പിന്നെ ഡെയിലി ഞാൻ എൻ്റെ യൂട്യൂബ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. ഞാൻ നോക്കുമ്പോ 2024 ഒക്ടോബർ മുതലാണ് ഇൻസ്റ്റയില് ഈ ഫുഡ് കഴിക്കുന്ന റീലുകൾ ഇടാൻ തുടങ്ങുന്നത്. അവിടുന്ന് 2024 ഒക്ടോബർ തൊട്ടിട്ട് 2026 ഇപ്പൊ ഏപ്രിൽ അവസാനം വരെയും അതേ റീൽ ചെയ്തോണ്ടിരിക്കണല്ലോ. ഈ ഒരേ റീൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഐഡിയ എന്തായിരുന്നു? ഒരേ റീൽ ഇട്ട വർക്ക് ആവുന്നാരാ പറഞ്ഞു തന്നെ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഫാമിലി വീഡിയോ ഇടല് എല്ലാവരും കൂടിയുള്ള ഫാമിലി ആയിട്ടുള്ള ഇരിക്കുന്ന ഞാൻ ഒന്നിച്ച ഭക്ഷണം കഴിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഇടാൻ കാരണം നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ ഫാമിലി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഇല്ല. അപ്പൊ അതൊന്നും ആൾക്കാരൊന്നും അറിയട്ടെ. നമ്മളെ മക്കളും ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി ആൾക്കാരനൊന്ന് കാണട്ടെ. അതിനെന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ആയിക്കോട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. അത് ഫാമിലി വീഡിയോ ഇടല്. അപ്പൊ അതില് മെയിൻ കമന്റ് എന്ന് വെച്ചാൽ ചേട്ടൻ മാത്രം ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ആസ്വദിച്ച് കഴിക്കുന്നുള്ളൂ, മോളും വൈഫൊന്നും കഴിക്കുന്നില്ല, ആർക്കോ വേണ്ടി കഴിക്കുന്നു. ഇപ്പൊ ഈ കമന്റ് എല്ലാം വായിക്കുന്നവരാ. ഞാൻ ഇതൊന്നും വായിക്കാറില്ല, കമന്റ് ഒന്നും ഞാൻ വായിക്കാറില്ല. അപ്പൊ അവര് വായിക്കും, പറയും അച്ഛന്റെ വീഡിയോ, അച്ഛന് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടം മോള് പറയും. അപ്പൊ അച്ഛന്റെ വീഡിയോ മാത്രം ഇട്ടോ. അപ്പൊ ഞാൻ അങ്ങനെയാണ്. അപ്പൊ എന്റെ വീഡിയോ മാത്രം ഉണ്ടെങ്കിൽ ക്യാമറാമാൻ ഇല്ല, എനിക്ക് വീഡിയോ എടുത്തു തരണ്ടേ, ആരെങ്കിലും ഒരു വീഡിയോ എടുത്തണ്ടേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അത് ഞാൻ വലിയ ട്രൈപ്പോഡ് ഉണ്ട് എൻ്റെ. അത് മേലെ വെച്ചിട്ട് അങ്ങ് ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ അവിടുന്ന് എടുക്കുക. അപ്പൊ എല്ലാവരെയും കിട്ടും. ഒന്നെ മാത്രം കിട്ടണമെങ്കിൽ എന്റെ അടുത്തുനിന്ന് എടുക്കണ്ടേ. അപ്പൊ ഞാൻ എന്റെ ചെറിയ ട്രൈപ്പോഡ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ പാട്ട എടുത്ത് അതിന്റെ മേലെ ട്രീപ്പിന് വെച്ച് അതിന്റെ അവിടെ മൊബൈൽ ക്യാമറ വെച്ച് എടുത്ത് ഇവിടെ വെക്കും. അവിടുന്ന് എന്റെ അടുത്ത് തന്നെ. അപ്പൊ ഞാൻ ഇരിക്കുന്നതെല്ലാം അടുത്ത് തന്നെ കിട്ടും. അപ്പൊ എനിക്ക് കാണാൻ ചെയ്യാം. ഫ്രണ്ട് ക്യാമറ എടുക്കുവേ, എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം സുഖമാണ്. അപ്പൊ അതിൽ എടുത്തിട്ട് ഇടാൻ തുടങ്ങി. എപ്പോഴാ ഇത് ചോറിനൽ കൈവിട്ട് പോയി? ചോറൻ എന്നുള്ള പേര് വീണു, സ്വർഗ്ഗങ്ങൾ സ്വപ്നം കാണും പാട്ടും ഇത് വൈറലാകുന്നുണ്ടോ, ആൾക്കാർ കാണുന്നുണ്ടോ, ഇതൊന്നും ഞാനറിയില്ല. പക്ഷെ എന്റെ മോളും പിന്നെ മരുമക്കളും ആണ് പറയുന്നത്, അച്ഛന്റെ വീഡിയോ കൊണ്ട് ഇങ്ങനെ കത്തിക്കയറി പോന്ന് പിടുത്തം വിട്ട് പോക്കാൻ പോകുന്നത്. പക്ഷെ അതിനുശേഷം നമ്മളെ ബേബി ജീന് കൊളാബ് ചെയ്തു. ആ വീഡിയോ കൊളാബ് ചെയ്ത് അവിടെ കിടന്നു. കൊളാബ് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ആരോ കൊളാബ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മോള് പറഞ്ഞു, ഇത് ബേബി ജീനാണ്, പാട്ടുകാരനാണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാനത് നോക്കിയിട്ടില്ല. ഞാൻ വീഡിയോ ഇടുന്ന ഡെയിലി ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അത് ഇങ്ങനെ തുടർന്ന് എന്തായാലും ഞാൻ ഉച്ചക്കും രാത്രിയും ഞാൻ ചോറ കഴിക്കുക, അതിന്റെ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും, ഇടും. ഈ സ്വർഗ്ഗങ്ങൾ സ്വപ്നം കാണുവാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ ചേട്ടനെ ഉണ്ണുന്നു, ചേച്ചി ബാക്കിൽ നിൽക്കുന്നു. അത് പിന്നെ ആളുകൾ ട്രംപായിട്ടും മിൽമയുടെ പരസ്യത്തിൽ ഫീച്ചർ ചെയ്തു. മിൽമയുടെ പരസ്യത്തിൽ ഫീച്ചർ ചെയ്ത സമയത്തൊക്കെ മനസ്സിലായി ഞങ്ങോട്ട് നമ്മുടെ കൈവിട്ട് പോയെന്ന്. അപ്പൊ തന്നെ പിന്നെ ആൾക്കാരെല്ലാം അങ്ങും ഇങ്ങുന്നെല്ലാം എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങിയല്ലോ. അപ്പൊ തന്നെ പിന്നെ നമ്മളെ യൂട്യൂബറിലും വന്നു. അപ്പൊ തന്നെ നമുക്ക് ആൾക്കാരിൽ എത്തിയെന്ന് അറിഞ്ഞു. എങ്ങനെ ഇത് ആൾക്കാർ നല്ല രീതിയിലല്ലോ എടുക്കുന്നത്. എന്റെ ഫേസ്ബുക്കിലെല്ലാം നെഗറ്റീവ് കമന്റാ. അപ്പൊ ഇവര് പറയുന്നതാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഇൻസ്റ്റയിൽ നല്ല കമന്റ് ഉണ്ടെന്ന് ഇവര് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഫേസ്ബുക്കിൽ നെഗറ്റീവും മറ്റേ നല്ല രീതിയിലാണെങ്കിൽ, അപ്പൊ ഞാനിത് നോക്കാത്തോണ്ട് എനിക്ക് ഇത് പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ ഡെയിലി നമ്മളെ വർക്കിന് പോകുന്നു. അപ്പൊ അവിടുന്ന് ആൾക്കാർ കാണുന്നുണ്ട്, നമ്മളെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ. അപ്പൊ പിന്നെ ഇപ്പൊ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതാണല്ലോ നമ്മളൊക്കെ അധികം കണ്ടിട്ടുള്ളത്. എങ്ങനെ ശരിക്കും അതിന്റെ ഒരു പ്രോസസ്, എങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തുന്നു, എങ്ങനെ കഴിപ്പ് തുടങ്ങുന്നു? എനിക്ക് എന്റെ സ്ഥിരമുള്ള രീതിയാ അത്. ഞാൻ ഉച്ചക്ക് ഭക്ഷണം വന്നു കഴിഞ്ഞാല് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ എന്റെ പാത്രം ഇവിടെ ഉണ്ടാവും. ചോറിന്റെ പാത്രം ഉണ്ടാവും, ഞാൻ എടുത്ത് കഴിക്കുന്നു, നേരെ എടുത്ത് ഇടുന്നു,
പിന്നെ എന്റെ രീതി അത് തന്നെയാ. അപ്പൊ വെക്കുന്ന രീതിയും ഭക്ഷണം കഴിക്കുന്ന രീതിയും എല്ലാം അത് തന്നെയാ. ഓ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ അതിന് മൊബൈലിൽ കാണിക്കാൻ വേണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ ഇന്നർ ബനിയൻ ഇട്ടിട്ട് തന്നെയാണോ കഴിക്കാനിരിക്കുന്നത്? അല്ല, ഞാൻ ആദ്യം ഇന്നർ ഇതിടില്ല, ഇതിടാറില്ല. ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ആ ഇതിൽ വന്ന് നേരെ ഷർട്ടെല്ലാം കഴിച്ചിട്ട് എന്നാലും ഈ ഫ്രഷ് ആയിട്ട് വന്ന് നേരെ ഷർട്ടൊന്നും ഇടാണ്ടാ കഴിക്കല്. അപ്പൊ മക്കളും പറഞ്ഞ് ബനിയനെങ്കിലും ഇട്. എന്നുവെച്ചാൽ ആൾക്കാർ മരണ കമന്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത കമന്റ് ആയിരുന്നു ഫേസ്ബുക്കിൽ നിന്ന്, നിങ്ങൾ ഷർട്ട് ബനിയൻ ഇട്ടോന്നാണ്. അങ്ങനെയാണ് ഞാൻ ബനിയൻ ഇടുന്നത്. പിന്നെ ഞാൻ ബനിയൻ ഇട്ടിട്ട് തന്നെയാണ് എല്ലാ വീഡിയോയും ചെയ്യുന്നത്. അയ്യൊരു മാറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഏത് വീഡിയോന് വേണ്ടി ഞാൻ ആകെ ചെയ്തത് ഈ ബനിയൻ ഇടുന്നത് മാത്രം. അല്ലാണ്ട് ഞാൻ രീതി കഴിക്കുന്ന രീതി ഉണ്ണുമ്പോഴേ ഇങ്ങനെ 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 ഇടുകയാണല്ലോ ചെയ്യുന്നത്. ഇത് എപ്പ തൊട്ട് ചെറുപ്പം തൊട്ട് എങ്ങനെയാ? ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ തന്നെ കഴിക്കല്. അതാണ് എന്താ വെച്ചാൽ എനിക്ക് ഭക്ഷണം നീറ്റ് ആൻഡ് ക്ലീൻ ആയി കഴിക്കണം. ആവശ്യമില്ലാത്തൊന്നും ഞാൻ വാങ്ങിക്കുകയില്ല. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാല് എനിക്ക് ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ കുഴച്ച് കൈയറിഞ്ഞ് ഭക്ഷണം കഴിക്കണം. എന്താ കൈയറിഞ്ഞ്? കൈന്റെ ഉള്ളറിഞ്ഞ്. അപ്പൊ കൈന്റെ ഉള്ളറിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തടിക്ക് പിടിക്കുള്ളൂ. അപ്പൊ അതാണ് പണ്ടേ നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെ വല്യമ്മയും അമ്മേന്റെ അച്ഛൻ്റെ അമ്മയൊക്കെ നമ്മൾ പഠിപ്പിച്ചതാ. പിന്നെ മീന്, നമുക്കൊന്നുമില്ലെങ്കിൽ മീനുണ്ടാവും. നമുക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ ചെറുപ്പത്തിലാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് കഴിക്കാൻ വേറൊന്നും ഇല്ലെങ്കിലും മീന് അത്രയ്ക്ക് ഉണ്ടാവും. അച്ഛൻ അത്രയും കൊണ്ടുവരും മീന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മീൻ ഇഷ്ടം. എനിക്ക് മീൻ ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഏതാ? എനിക്ക് ചെറിയ മീൻ അധികം ഇഷ്ടം. പൊടി മീൻ. എനിക്ക് മത്തി, അയില, വേളൂരി, കൊഞ്ച് അങ്ങനത്തെ ചെറിയ മീനാണ് ഇഷ്ടമാണ്. എനിക്ക് വലിയ മീന് കിങ് ഫിഷ് അയക്കൂറൊക്കെ കഴിക്കുമെങ്കിലും പക്ഷെ ഞാൻ വാങ്ങിക്കോ ചെറിയ മീനെ വാങ്ങിക്കുള്ളൂ. ഈ മീശയുടെ സ്റ്റൈലില്ലേ, ഈ മീശയുടെ സ്റ്റൈലില്ലേ പുഷ്പത്തെ സുനിലിന്റെ പോലെ, അതായത് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി അവിടെ ചെമ്പൻ കളർ കൊടുത്തിട്ടത്, ഈ പുഷ്പ വരുന്നതിന് മുമ്പേ ഇങ്ങനെ തന്നെ? നമുക്ക് പുഷ്പയാണോ അങ്ങനെയൊന്നുമില്ല. ആരോട് പറഞ്ഞല്ലോ പുഷ്പയുടെ സുനില് പോലെ ഉണ്ട് കാണാൻ? അവരെ കുറെ ആൾക്കാർ ഇട്ട്, ആരാണ് കെംടെക്കിന്റെ അവര് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവര് ഇട്ടിരുന്നു. അതൊക്കെ നല്ല ഇതിലാ പോയത് വീഡിയോ. എങ്ങനെ ഇപ്പൊ ചോറണം എന്നുള്ള പേര് വിളിയും അതൊക്കെ ആസ്വദിക്കുന്നുണ്ടോ? അതുപോലെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതാ. അല്ലാതെ നമ്മളോട് വെറുത്തിട്ടും അല്ലെങ്കിൽ അതിനെ നെഗറ്റീവ് ആയിട്ടല്ല ഞാനത് കാണുന്നത്. അത് പോസിറ്റീവ് തന്നെയാ. അതൊരു പോസിറ്റീവ് തന്നെയാ. നമുക്ക് എല്ലാവരും കാണുമ്പോൾ തന്നെ ചോറണം പോകുന്നുണ്ടെന്ന് തന്നെയാ പറയുന്നത്. അത് നമ്മുടെ ഒരു നല്ല ഇഷ്ടം കൊണ്ട് വിളിക്കുന്നത്. നാട്ടിലൊക്കെ എന്താ വർത്താനം? നാട്ടില് ഇപ്പൊ ഉത്സവത്തിനാണ് ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോവാൻ സമയം കിട്ടില്ല. എന്റെ ജോലി പിന്നെ നമുക്കൊരു ഷോപ്പ് ഉണ്ട് പള്ളൂര്, കഫ്റ്റീരിയ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഷാവടിയ ഉണ്ടാവാം. അപ്പൊ രാത്രി 9 മണിയാവും ഞാൻ വരണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ തെരുവ് ഇറങ്ങില്ല. ഇപ്പൊ ഉത്സവമായതുകൊണ്ട് 18 വിഷു മുതൽ ഇന്നലെ വരെ ഞാൻ അവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ആൾക്കാരിൽ ഇപ്പാണ് അംഗീകരിച്ചു തുടങ്ങിയത് ഇങ്ങനെ ഒരു ആളുണ്ട്. പിന്നെ ഇതിനൊരു ഇത്രയും വലിയൊരു റീച്ച് ഉണ്ട് എന്നുള്ളത് ആൾക്കാർ അംഗീകരിച്ചു എന്നുള്ളത് ഇപ്പാണ് നമ്മളെ നാട്ടുകാരൊന്ന് അംഗീകരിച്ചു വന്നത്. നമുക്കെന്നാ ചോറുണ്ടല്ലോ. ചോറ് എത്ര കൂട്ടം കറികൾ ഉണ്ടാവും സാധാരണ? എനിക്ക് എന്തായാലും ഇവിടെ എന്തായാലും നമുക്കൊരു ഉപ്പേരി ഉണ്ടാവും, ഒരു മീൻ പൊരിച്ചുണ്ടാവും, 2 കറി എന്തായാലും ഉണ്ടാവും. വെജിറ്റബിൾ കറി ഉണ്ടാവും, മീൻ കറി ഉണ്ടാവും. നമുക്ക് മീൻ കറി മുളക് തന്നെ ഇരിക്കും. ഈ മുളക് കടിച്ചിട്ടൊക്കെ അതെനിക്ക് ഇഷ്ടാ. അത് എങ്ങനെയായിരിക്കണം മുളക്? കാന്താരി അല്ലെങ്കിൽ എങ്ങനെയാ അങ്ങനെ ആക്കുന്നത്? ഉപ്പിലാണ്. ഉപ്പിലാണ്. എന്റെ ഇവിടെ മേലെ ഇതുണ്ട്, കാന്താരിന്റെ തൈ ഉണ്ട്. പച്ചക്ക എടുത്ത് കടിക്കുകയാണല്ലേ? ഉപ്പിലിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പിലിട്ട് ഒന്നാമത് കഴിക്കാനും പാടില്ല. അത് ഉപ്പല്ലേ, പിന്നെ സ്വർക്കയിലിടുന്നതിന്. പച്ചക്ക കാന്താരിയും കടിക്കുകയാണ്. അതാ നല്ലത്. എനിക്കിഷ്ടം അങ്ങനെ കഴിക്കുന്നതാ. ഇപ്പൊ ഈ ആളുകൾ ഇങ്ങനെ സ്വപ്നങ്ങൾ സ്വർഗം കാണും വെച്ചിട്ട് ഒരുപാട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്നെയാ നോക്കും ആൾക്കാർ. ഞാൻ എന്റെ ഫോണിലായിട്ട് അറിയാണ്ടായിട്ട് എന്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നോക്കും ആൾക്കാർ. അതാണ് ഇപ്പൊ അത് അച്ചാറാണല്ലേ അതൊക്കെ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നെ കേട്ടോ. അച്ചാറ് എല്ലാം ഹോം മെയ്ഡ് ആണല്ലേ? എല്ലാം ഹോം മെയ്ഡ്. ശരിക്കും എന്തൊക്കെയാണ് ഫുഡിന്റെ ബിസിനസ് അല്ലാതെ മറ്റെന്തൊക്കെയാ ചെയ്യുന്നത്? നമുക്ക് ഞാൻ പറഞ്ഞേ, നമുക്ക് പള്ളൂര് ഷോപ്പുണ്ട്, കഫ്റ്റീരിയ. അത് പങ്കൻസ് കഫേ എണ്ണ കടിയാ. അവിടെയാ ഞാൻ ഉണ്ടാവുക. വൈകുന്നേരം ഉച്ചവരെ എന്റെ വർക്ക് ഉണ്ടാവുള്ളൂ. എന്റേതായ നമ്മള് സെയിൽസിൽ ഞാൻ പോകുന്ന ഉച്ചവരെയാ പോകും. ഇപ്പൊ ആളുകള് ഇങ്ങനെ വീഡിയോന്റെ ഇടയിൽ കമന്റ് ഒക്കെ ഇട്ടിടുന്നുണ്ട്, ചേട്ടാ ഊണ് കഴിക്കാൻ അല്ലെങ്കിൽ വിശപ്പ് തോന്നുന്നില്ല എന്നെങ്കിൽ ഞങ്ങള്
ഈ സ്വപ്നങ്ങൾ സ്വർഗം കാണും പാട്ടിട്ടുള്ള ചേട്ടൻ റീല് കാണും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ ഇതിനോട് നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് ഇഷ്ടം വന്നത് കുറെ ഫാമിലീസ് ചെറിയ മക്കളെ വീഡിയോസ് എന്റെ പാട്ട് കേൾപ്പിച്ചിട്ട് എന്റെ വീഡിയോ കാണിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ വീഡിയോ സ്റ്റോറി ആക്കി എന്നെ മെൻഷൻ ചെയ്തിട്ട് ഇടുന്ന കാണുമ്പോഴാണ് അവരെന്നെ വിളിച്ച് പറയുമ്പോഴാണ് അതിന്റെ നമ്മളെ ചെയ്തത് അത്രയും ഫലവത്തായി. നമ്മളതൊരു നെഗറ്റീവ് ആയിട്ടല്ലല്ലോ അവരെടുക്കുന്നത്.